പ്രാണനായി നീ, പ്രാർത്ഥനയായി അവൾ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. നീ എന്താ പ്രജി ഇവിടെ കിടക്കുന്നത്? എന്തെങ്കിലും വയ്യായികയുണ്ടോ? ശ്യാമയുടെ ശബ്ദം കേട്ട് പ്രജീഷ് കണ്ണൂർ നോക്കി, പിന്നെ എഴുന്നേറ്റിരുന്നു. ഏയ് ഒന്നുമില്ല ശ്യാമച്ചി, വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്ന. അവർ കയ്യിലെ പാത്രം അവന് മുമ്പിൽ വെച്ച് അടുത്തിരുന്നു. എന്താ ഇത്? കുറച്ച് ഞെണ്ടേറിയാ. ആഹാ, എനിക്കൊന്ന് കുശാനായല്ലോ. ശ്യാമ പുഞ്ചിരിച്ചു. നിനക്ക് പണ്ട് ഇത് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. അതെ, ശ്യാമേച്ചിയുടെ കറികൾക്ക് അന്നും ഇന്നും നല്ല രുചിയാ. ചിലപ്പോൾ സ്നേഹം കൂടി ചേർത്ത് കൂട്ടുന്നുണ്ടാവും. ആരവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു. നീ കല്ലുവിന് മൂക്കുത്തിയും മോതിരൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് വിഷ്ണു പറഞ്ഞു. എന്തിനാ മോനെ ഇങ്ങനെ കാശ് കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വിഷ്ണു അതൊക്കെ വാങ്ങിക്കൊടുക്കില്ലേ? നിനക്കൊരു ജീവിതമുണ്ട്, അത് മറക്കരുത്. എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടി മാറ്റിവെച്ചല്ലേ ശ്യാമേച്ചി, വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നാൽ ഞങ്ങൾക്കുണ്ട്. നിന്നെ സ്നേഹിക്കാനൊരു പെണ്ണ്, കുഞ്ഞുങ്ങൾ, അവരുടെ കളിച്ചിരികൾ, അതൊക്കെ വേണ്ടേ? അനിയത്തിയെ സ്നേഹിക്കേണ്ടെന്നാരും പറയുന്നില്ല, പക്ഷെ അതോടൊപ്പം നിന്റെ കാര്യം കൂടി നോക്കണം. പറ്റിയൊരാളെ കിട്ടട്ടെ, അപ്പം ആലോചിക്കാം. ഇപ്പം ഇവരുടെ വിവാഹം നടക്കട്ടെ. കല്ലു ഡിഗ്രി ആയിട്ട് ഇപ്പോൾ കുറച്ച് മാസമായി. ആൾക്കിനി പഠിക്കാനും താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ഇനി വൈകിക്കണോ? ഇവളിങ്ങനെ അപ്പുറത്തേക്കും മതിരാടി വരുന്നൊക്കെ ആരെങ്കിലും കണ്ടാലെന്താ വിചാരിക്കുക? എനിക്കും ശ്യാമേച്ചിക്ക് അവളിന്നും കുഞ്ഞാ, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. അത് പറയാനും കൂടിയാ പ്രജി ഞാനിപ്പോൾ വന്ന്. നമുക്കിത് പെട്ടെന്നങ്ങ് നടത്തിയാലോ? ശ്യാമേച്ചി തീരുമാനിച്ചു, നടത്താം. അവളെ പിരിയുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. പിന്നെ അടുത്ത ജില്ലയിലേക്കാണല്ലോ നീ അവളെ പറഞ്ഞേക്കുന്നത്? ഒന്ന് പോച്ചേക്ക. ശ്യാമ അവൻ്റെ കവിളിൽ നുള്ളി. പണ്ട് സുലോചനേച്ചി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ അനിയത്തിയെ മടിയിലെത്തി സമാധാനിപ്പിക്കുന്ന അതേ മനസ്സാണ് നിനക്ക് ഇന്നും. നിന്നെപ്പോലെ ഒരു ഏട്ടനെ കിട്ടിയ അവള് ശരിക്കും ഭാഗ്യവതിയാ. പ്രജീഷ് അവരുടെ തോളിലേക്ക് തലയായിച്ചു. അടുത്ത വീട്ടിൽ ആരുമില്ലാത്ത രണ്ട് കുട്ടികളെ സ്വന്തം പോലെ സ്നേഹിച്ച ശ്യാമേച്ചിയും നിഴൽ പോലെ ഞങ്ങളുടെ കൂടെ എന്നുണ്ടായിരുന്ന വിഷ്ണുവും തന്ന സ്നേഹം, അതാണ് ഇവിടെ വരെ എത്തിച്ചത്. ഞങ്ങളാ ശരിക്കും ഭാഗ്യം ചെയ്തവര്. ശ്യാമ അവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കല്യാണിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചു. പ്രജീഷിന് ക്ഷണിക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. ടിപ്പറിന്റെ മുതലാളിയും മറ്റു ചില ഡ്രൈവർമാരും മാത്രം. അച്ഛനില്ലാത്ത അമ്മ ഉപേക്ഷിച്ച പെണ്ണിനെ വിഷ്ണു കല്യാണം കഴിക്കുന്നതിൽ കുടുംബക്കാരൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ശ്യാമ പതറിയില്ല. എന്റെ മോൻ അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. ക്ഷണിക്കേണ്ടത് എന്റെ മര്യാദ. എതിർത്തവരോട് അവർ കൂസലില്ലാതെ പറഞ്ഞു. രണ്ട് വീട്ടിലെ ഒരുക്കങ്ങൾ തുടങ്ങി. ഒരേ സമയം പറമ്പ് വൃത്തിയാക്കലും പെയിന്റിംഗ് ജോലിയും തകൃതിയായി നടക്കുമ്പോഴും കല്യാണി തന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നു. വിവാഹത്തിന് ആവശ്യമായ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പ്രജീഷ് അവളെയും കൊണ്ട് തന്റെ ബൈക്കിലും വിഷ്ണു ശ്യാമയെയും കൊണ്ട് അവന്റെ ബൈക്കിലുമാണ് ടൗണിലേക്ക് പോയത്. വിവാഹ സാരി സെലക്ട് ചെയ്ത പ്രജീഷായിരുന്നു. മറ്റുള്ളവർക്കുള്ളത് കല്യാണിയും. ടെക്സ്റ്റൈൽ ഷോപ്പിലെ സ്റ്റാഫ് അവളെ ആ സാരി ഉടുപ്പിച്ച് മുന്നിൽ നിർത്തിയപ്പോൾ പ്രജീഷിന്റെ കണ്ണു നിറഞ്ഞു. തന്റെ അനിയത്തി വലിയൊരു പെണ്ണായിരിക്കുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത്രയും നാൾ തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയിരുന്നവളുടെ വിവാഹമാണ്. ഏട്ടന് ഇഷ്ടായോ? പിന്നില്ലാതെ, എന്റെ കല്ലുമോള് സുന്ദരി തന്നെയാ. അവൻ കല്യാണിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്റെ പൊന്നു പ്രജി, നീ ഈ സിനിമകളുടെ ഏട്ടന്മാരെ പോലെ ഓവറാക്കല്ലേ. നിന്റെ കാര്യം പോട്ടെ, ഇവൾക്ക് ഈ നല്ല കുട്ടി ഇമേജ് തീരെ ചേരുന്നില്ല. വിഷ്ണു കളിയാക്കി. നിനക്ക് തോന്നുന്നുണ്ടോടാ കല്യാണം കഴിഞ്ഞവള് നന്നാവുമെന്ന്? എന്നോട് വഴക്കിട്ട് മതിലിയാടി നിന്റെ അടുത്തേക്ക് വരും. ഇതാ നടക്കാൻ പോകുന്നത്. കല്യാണി വിഷ്ണുവിനെ നോക്കി കൊഞ്ഞനും കുത്തി. ഷോപ്പിങ്ങിന് ശേഷം ഭക്ഷണം കഴിച്ചവർ നാട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങി. പ്രജി, നീ അമ്മയും കൊണ്ട് വിട്ടോ, എനിക്കൊരാളെ കാണാനുണ്ട്. അപ്പൊ ഞാനോ? കല്യാണി ചോദിച്ചു. വേണേ കൂടാ, ഐസ്ക്രീമായി തരാം. എങ്കിൽ ഡബിളൊക്കെ. ആൾ വിഷ്ണുവിന്റെ ബൈക്കിന്റെ പുറകിൽ ചാടി കയറി. അപ്പൊ ഞങ്ങൾക്ക് ഐസ്ക്രീം ഇല്ലേ? ഏട്ടനും ശ്യാമേച്ചിക്കും പാഴ്സലുണ്ടരാ പോരെ? കേട്ടുകഴിഞ്ഞാൽ നീ ശ്യാമേച്ചി വിളി നിർത്തിക്കോണം കേട്ടോ. പിന്നെ എന്താ ഏട്ടാ വിളിക്കുക? അമ്മേന്ന്. അയ്യേ, എനിക്കൊന്നും വയ്യ, വണ്ടി എടുക്ക് വിഷ്ണു ഏട്ടാ. ആൾ വിഷ്ണുവിന്റെ ഇടുപ്പിൽ നുള്ളി. അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു. എടി, പ്രജിക്ക് ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി കൊടുക്കണ്ടേ? യാത്രക്കിടയിൽ അവൻ കല്യാണിയോട് ചോദിച്ചു. വേണം, പക്ഷെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മതി. എൻ്റെ ഏട്ടനെ സങ്കടപ്പെടുത്താത്ത ഒരാള്. ഞാൻ കുറച്ചു നാൾ മുമ്പ് ഷൂട്ട് പോയപ്പോൾ പരിചയപ്പെട്ടൊരു ഫാമിലി ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാ. എന്നാലും നല്ല പെരുമാറ്റം. നമുക്കൊന്ന് ആലോചിച്ചാലോ? കാണാൻ എൻ്റെ അത്ര സുന്ദരിയാണോ? നിന്നെക്കാൾ സുന്ദരി. എന്നാ വേണ്ട, എനിക്ക് ഈഗോ അടിക്കുക. ബെസ്റ്റ് പെങ്ങള്. അവൻ ബൈക്കിന്റെ വേഗത കൂട്ടി. പെട്ടെന്നാണ് മുന്നിൽ പോവുകയായിരുന്ന കാറ് ഇൻഡിക്കേറ്റർ ഇടാതെ ഇടതുവശത്തേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞത്. വിഷ്ണു ബൈക്ക് വെട്ടിച്ചു. പക്ഷെ അവന്റെ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമായി. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവും മുമ്പ് കല്യാണി റോഡിലേക്ക് തെറിച്ചു വീണു. വലതു കൈയിലൊരു മരവിപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. തലയ്ക്കോ അതുപോലെ തന്നെ. മരണത്തിന്റെ ദൂതനെ പോലെ ഒരു മിനി ലോറി എതിർവശത്ത് നിന്നും പാഞ്ഞു വരുന്നു. അതിന്റെ ടയറുകൾ വിഷ്ണുവിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുന്നതുമാണ് കണ്ണടയും മുമ്പ് അവൾ അവസാനമായി കണ്ടത്. മോഹത തളം കെട്ടിയ അന്തരീക്ഷം. ശ്യാമയുടെ വീടിന്റെ പരിസരത്തൊക്കെ നാട്ടുകാർ കൂടി നിൽക്കുന്നുണ്ട്.
ദുഃഖത്തിൽ പങ്കുചേരാനെന്ന പോലെ ആകാശം ഇരുണ്ടിരുന്നു. എന്തൊരു കഷ്ടല്ലേ, അയൽക്കാരനായ ഗോപാലൻ വാർഡ് മെമ്പർ സുഗതനോട് പറഞ്ഞു. ആ കാർ ഓടിച്ച ചെക്കൻ പെട്ടെന്ന് വെട്ടിച്ചുകൊണ്ടാ അപകടം നടന്നു പോലും. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ഗോപാലേട്ടാ. ശ്യാമയുടെ അവസ്ഥ എന്താ? വിവരം അറിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണതാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇപ്പം അവളോട് എല്ലാം പറ്റില്ലല്ലോ, അത് തിരിച്ചുകൊണ്ടൊന്ന്. ഇവരുടെ ബന്ധുക്കളൊക്കെ എത്തിയോ? അങ്ങനെ കാര്യമായിട്ട് ആരുമില്ല. ശ്യാമയുടെ അനിത്യം ഭർത്താവും പിന്നെ വേറെ 3-4 പേരും വന്നിട്ടുണ്ട്. എന്നാലും കല്യാണത്തിന് ഒരാഴ്ച പോലും തയ്ച്ചില്ലാത്തപ്പോൾ ഇങ്ങനൊരു വിധി. ഈശ്വരാ. സുഗതം നെടുവീർപ്പെട്ടു. ഒരാംബുലൻസ് പതി അവിടേക്ക് കടന്നു വന്നു. അതിന്റെ ബാക്ക് ഡോർ തുറന്ന ഉടനെ നാട്ടിലെ 2-3 ചെറുപ്പക്കാർ ചേർന്ന് സ്ട്രക്ചർ താഴെ ഇറക്കി. പിന്നെ അത് ശ്യാമയുടെ വീടിനുമ്പിൽ കെട്ടിയ പന്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെള്ളത്തുണി വിരിച്ച ഒരു കട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ മൃതദേഹം അവർ അതിലേക്ക് മാറ്റി കിടത്തി. വീടിനകത്ത് നിന്നും കല്യാണിയെ താങ്ങി പിടിച്ച് പ്രജീഷ് അവിടേക്ക് വന്നു. ആളുടെ വലത് കൈ ആംസ്ലിംഗ് ഉപയോഗിച്ച് കഴുത്തിൽ തൂക്കിയിട്ടുണ്ട്. തലയിലും ബാൻഡേജ് ഉണ്ടായിരുന്നു. കഠിനമായ വേദന വകക്കാതെ അവൾ വിഷ്ണുവിനെ നോക്കി. ശാന്തമായൊരു ഉറക്കം പോലെ അവൻ കിടക്കുകയാണ്. കല്യാണി പതിയെ ബെഡിലിരുന്നു. വിഷ്ണുവേട്ടാ എണീക്ക്, ആൾ വിളിച്ചു. മതി വിഷ്ണുവേട്ടാ, ഇതേ ആൾക്കാരെല്ലാം നോക്കുന്നു. എന്തൊരു നാണക്കേടാ, എണീക്ക്. നാട്ടുകാർ പാഴ്സൽക്കായിരുന്നു. ഐസ്ക്രീം വാങ്ങി തരാതിരിക്കാനാണെങ്കിൽ ഈ അഭിനയം വേണ്ട. എണീക്കുന്നുണ്ടോ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവളെ കല്ലു. പ്രജീഷ് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. എണീക്കടാ പട്ടി. കല്യാണി ചീറിക്കൊണ്ട് മൃതശരീരത്തിൽ ഇടിക്കാൻ തുടങ്ങി. പിന്നെ അതിനു മേലെ വീണ് ഉറക്കെ അലറിക്കരഞ്ഞു. എന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ എങ്ങനെയാ വിഷ്ണുവേട്ടാ തോന്നിയത്? ഒരിക്കൽ പോലും കണ്ണു നിറക്കില്ലെന്ന് വാക്കന്നിട്ട് ഇങ്ങനെ കരയിക്കാൻ എങ്ങനെ കഴിയുന്നു? ഒരിക്കലും എന്നെ ഏട്ടനെയും പിരിയില്ലെന്ന് പറഞ്ഞിട്ട് തനിച്ചു പോയല്ലേ, ചതിയരാ നീ. 2 സ്ത്രീകൾ തളർന്നവശയായ ശ്യാമയെ അവിടേക്ക് താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. ശ്യാമേശി, ഇനി ഞാൻ ആരോടെ വഴക്കുണ്ടാക്കുക? ആരെന്റെ വാശികൾക്ക് മുമ്പിൽ തോറ്റു തരിക? അവസാനമായിട്ട് സംസാരിച്ച പോലും ഏട്ടന്റെ കല്യാണത്തെ കുറിച്ച്. അത് കാണാതെ പോയി. ശ്യാമ കരയാൻ പോലും ശേഷിയില്ലാതെ മൃതദേഹത്തിനരികെ തളർന്നിരുന്നു. പ്രജീഷ് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ആ കിടക്കുന്നവന്റെ എല്ലാമായിരുന്നു. ആ നാട്ടിൽ വന്ന ദിവസം മുതലുള്ള സൗഹൃദം. പ്രജി എന്ന് വിളിച്ച് മുറ്റത്തേക്ക് കയറി വരാൻ ഇനി വിഷ്ണു ഇല്ലെന്ന സത്യം അവനെ തളർത്തി. കല്യാണി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പ്രജീഷിന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ നേടിത്തരുന്ന ആളിലേട്ട് എനിക്ക് എന്നെ വിഷ്ണുവിനെ തിരിച്ചു വേണം. എനിക്ക് വിഷ്ണുവായിട്ടില്ല ജീവിക്കാൻ കഴിയില്ല. പ്രജീഷ് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ശക്തമായി കുതിരിമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. ഒടുക്ക അവൾ പ്രജീഷിന്റെ മാറിലേക്ക് വീണു. വിഷ്ണുവേട്ടാ! ആളുമുറയിട്ട കരച്ചിൽ അവിടെ അലയടിച്ചുകൊണ്ടിരുന്നു. ആ ഷോക്കിൽ നിന്നും ഇന്നോള് പുറത്തു വന്നിട്ടില്ല, അതെനിക്കറിയാം. പ്രജീഷ് എന്ന് വിശ്വസിച്ചു. അവള് മാത്രമല്ല, ഞാനും. വിഷ്ണു മരിച്ച 6 മാസം തികയും മുമ്പ് ശ്യാമേശിയും പോയി. ആൻ പറയുന്നത് ശ്വാസം വിടാൻ പോലും മറന്നുകൊണ്ട് കേട്ടിരിക്കുകയാണ് ആൻമരിയ. ബസ് സ്റ്റാൻഡ് അങ്ങേ മൂലിൽ നിർത്തിയിട്ടുള്ള കൃഷ്ണകൃപാ ബസ്സിനുള്ളായിരുന്നു 2 പേരും. വിഷ്ണുവിനെ ചെതയിലേക്ക് എടുക്കുമ്പോൾ കുഴഞ്ഞു വീണ ശ്യാമേശി പിന്നെ കിടപ്പിൽ തന്നെയായിരുന്നു. ശ്യാമേശിയുടെ അനിത്യ കൂട്ടിനുണ്ടായിരുന്നു. ഒരു വീട്ടില് സ്നേഹിച്ചവൻ കൺമുമ്പിൽ മരിച്ചു വീണ മുതൽ നിശബ്ദയായി കരയുന്ന അനിയത്തി. തൊട്ടടുത്ത വീട്ടിൽ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ശരീരം തളർന്നൊരമ്മ. ഞാൻ ഈ 2 പേർക്കിടയിൽ ഒരു കരച്ചിൽ അവന്റെ വാക്കുകളെ മുറിച്ചു. അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ആൻമരിക്ക് അറിയില്ലായിരുന്നു. രാത്രികളിൽ കല്ല് ചുമരിലേക്ക് നോക്കി ഒരേ ഇരിപ്പ. ആൾക്കാട് വിഷ്ണുവിനെ കാണാൻ പറ്റാറുണ്ട് പോലും. ചുമരിലേക്ക് നോക്കിയിരുന്ന് അവനോട് സംസാരിക്കുന്ന കല്ലുവിനെ കണ്ട് ഞാൻ നെഞ്ചുകൂട്ടി കരഞ്ഞിട്ടുണ്ട്. ശ്യാമേശി മരിച്ചോടെ അവളുടെ സമനില പൂർണ്ണമായിട്ടും തെറ്റിയതുപോലെയായി. എൻ്റെ കണ്ണുവെട്ടിച്ച് മതിലയാടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. അത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉമ്മറത്തിരുന്ന് വിഷ്ണുവിനോട് ശ്യാമേശിയോട് സംസാരിക്കും. അത് കാണുമ്പോൾ നമുക്കും തോന്നും അവർ രണ്ടാളും കല്ലുവിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന്. ഇതിങ്ങനെ തുടർന്ന് എനിക്ക് അവളെ നഷ്ടപ്പെടുന്ന പേടി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നീണ്ട നാളത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എനിക്ക് അവളെ തിരിച്ചു കിട്ടിയത്. അന്നാണ് വിഷ്ണുവിനെയും ശ്യാമേശി ഓർത്ത് എൻ്റെ അനിയത്തെ ഒരിക്കൽ കൂടി ആർത്തലച്ച് കരഞ്ഞതും. ആൻ ചുമലിട്ടിരുന്ന തോർത്ത് കൊണ്ട് കണ്ണു തുടച്ചു. ആ നാട്ടിൽ തുടരാൻ എനിക്കും വയ്യായിരുന്നു. ശ്യാമേശിയുടെ വീട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത. ഒടുവിലെല്ലാം വിറ്റ് കുറേ ദൂരേക്ക് വന്നു. അങ്ങനെ ഈ ബസ്സിൽ ഡ്രൈവറായി കയറിയത്. ഇപ്പോഴും പഴയ ഓർമ്മകൾ അവളെ കുത്തി നോക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ ചിരിച്ചളിച്ച് നടക്കുന്നതെന്നേ ഉള്ളൂ. വീണ്ടും പഠിക്കാനൊക്കെ ഞാൻ ഒരുപാട് നിർബന്ധിച്ച, പക്ഷെ അനുസരിക്കുന്നില്ല. എന്നും എൻ്റെ കൂടെ നടക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഇതേ ബസ്സിൽ കണ്ടക്ടറുടെ ജോലി ശരിയായി കൊടുത്തു. കഴിഞ്ഞതൊക്കെ മറന്ന് മറ്റൊരു കുടുംബജീവിതം തിരഞ്ഞെടുക്കാൻ ഞാൻ അവളോട് എങ്ങനെയാൻ മരിയ പറയുക? വിഷ്ണു അവളുടെ ആരായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും അവൾക്ക് സ്വയം തോന്നുന്നവരെ ഇങ്ങനെ പോട്ടെ. അവൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് ഞാൻ ത്യാഗം ചെയ്യുന്നെന്ന കുറ്റബോധം കൊണ്ടാവും തന്നോട് അന്ന് വന്ന് സംസാരിച്ച്
കാര്യം കണ്ട എനിക്ക് തന്നെ ഇഷ്ടമൊക്കെയാ. പക്ഷെ അതിനേക്കാൾ വലുത് എനിക്ക് എൻ്റെ അനിയത്തിയാ. അതല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പ്രപ്പോസ് ചെയ്തേനെ. എൻ്റെ ഉള്ളിൽ തന്നോടുള്ള താല്പര്യം മനസ്സിലാക്കിയ അവള് എൻ്റെ സമ്മതം ചോദിക്കാതെ എൻ്റെ അടുത്ത് വന്ന് ഇക്കാര്യം അവതരിപ്പിച്ചു. അതിൽ ദേഷ്യം തോന്നരുത്. ഏയ് ഇല്ല ബ്രിജിയേട്ടാ. ആൻമരിയ ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് നിങ്ങളോട് രണ്ടാളും യാതൊരു ദേഷ്യവും. പകരം ഈ ഏട്ടൻ്റെയും അനിയത്തിയുടെയും സ്നേഹം കാണുമ്പോൾ ഇച്ചിരി അസൂയ തോന്നുക. താൻ സ്ഥിരമായിട്ട് ഈ ബസ്സിൽ തന്നെ വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് നാട്ടിലെത്താൻ ഈ ബസ് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു ആപ്പിൾ കടിച്ചുകൊണ്ട് കല്യാണി അവിടേക്ക് വന്നു. ആഹാ, ഭൂമിയിലെ മാലാഖത്തിനകത്തുണ്ടായിരുന്നോ? ഞാൻ ഇത് വേറെ ബസ് പിടിച്ചെന്ന്. എന്തിന്? അല്ല, നീ എവിടെ പോയതാ? ആ പോലീസ് സൈഡ് പോസ്റ്റ് പോയതാ ചേച്ചി. എന്തു പറ്റി? രാവിലത്തെ ട്രിപ്പിലേ ഒരു കള്ളക്കളവന് വല്ലാത്ത സൂക്കേട്. അങ്ങേർക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ദേഹത്ത് ഉരസയും പിടിക്കുകയൊക്കെ വേണം. ഞാൻ കരണത്ത് നോക്കി 2 കൊടുത്തു. മറ്റു പിള്ളേരെ കൊണ്ടും തല്ലിച്ചു. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ 7 പോസ്റ്റിലെ പോലീസുകാരെ ഏൽപ്പിച്ചു. ആ കേസ് എന്തായെന്ന് അറിയാൻ വേണ്ടിയാ. നീയാള് കൊള്ളാലോ. പിന്നിലാണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ നമ്മുടെ സ്വന്തം ചേച്ചി. ആരും ബുദ്ധിമുട്ടിക്കുന്നതിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിങ്ങളെപ്പോലെ എല്ലാ ബസ് ജീവനക്കാരും ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ. മത്സരയോട്ടവും നടുറോട്ടിൽ അടിയും വഴക്കും മാന്യതയില്ലാത്ത പെരുമാറ്റം കാരണം ജനങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോട് വെറുപ്പ് കാണിക്കുന്നത്. നല്ലതും ചീത്ത എല്ലായിടത്തില്ലേ. ഞാൻ എൻ്റെ ഏട്ടനൊന്നും ഈ പറഞ്ഞപ്പെട്ടില്ലല്ലോ. ഞങ്ങളുടെ മുതലാളി സത്യന് പൈസയോട് ആക്രാന്തയില്ല. അതുകൊണ്ട് തന്നെ മത്സരയോട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനോ ഏട്ടനോ ക്ലീനോ മുരളിയേട്ടനോ ആരെങ്കിലും ചീത്ത വിളിക്കുന്ന ചേച്ചി കണ്ടിട്ടുണ്ടോ? പിന്നെ അടി. കള്ളും കുടിച്ച് ബസ്സിൽ അലമ്പുണ്ടാക്കിയാലും പെണ്ണുങ്ങളെ തോണ്ടാൻ വന്നാലും നല്ല ഇടി കൊടുക്കും. അതിനുള്ള ചീത്ത പേര് ഞാൻ സഹിച്ചോളാം. ആൾ കല്യാണിയുടെ അടുത്തിരിക്കുമ്പോൾ പ്രജീഷ് വാസിൽ നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിന് നേരെ നടന്നു. ചേച്ചിക്കിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല, നിന്നോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. അതെന്താ? ഏട്ടൻ ഞങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു അല്ലേ? ആൻമരിയ മിണ്ടിയില്ല. സാധാരണ വേണ്ട ചേച്ചി, അതെനിക്ക് ഇഷ്ടമല്ല. പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാനായിരിക്കും മൂത്ത്. എന്നിട്ടും ചേച്ചിയെന്ന് വിളിക്കുന്നത് എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി കണ്ടിട്ടാ. പക്ഷേ ചേച്ചിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം വിടാല്ലേ? അങ്ങനെ വിടണ്ട കല്ലു, സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാന്നേ. താൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആൻമരിക്ക് അറിയില്ലായിരുന്നു. എത്ര തടയാൻ ശ്രമിച്ചിട്ടും ആ ഏട്ടനും അനിയത്തിയും ഹൃദയത്തിലേക്ക് കയറുകയാണ്. എന്തേച്ചി ഒന്നുകൂടെ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. എന്നെ അടുത്തിരുത്തിയിട്ട് ഒറ്റയ്ക്ക് ആപ്പിൾ തിന്നല്ലേ? അയ്യോ, ഇതാ കടയിൽ ചേട്ടനെ പറ്റിച്ചെടുത്താ. ആയിക്കോട്ടെ, എനിക്കെന്നാ നല്ല വിശപ്പ്. ചേച്ചി ഞാൻ വേറെ വാങ്ങിത്തരാം. വേണ്ട, ഇത് മതി. ഞാൻ കടിച്ചതാ. കുഴപ്പമില്ലാന്നേ. ആൻമരി അവളുടെ കൈ പിടിച്ച് തന്റെ മുഖത്തോടടുപ്പിച്ച് ആപ്പിളിൽ കടിച്ചൊരു കഷ്ണം വായിലാക്കി. നീ സിഗരറ്റ് വിളിക്കാനുണ്ടോ? ആപ്പിളിനൊരു പുകയുടെ മണം. എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കല്ലേ. കല്യാണി ഫോണെടുത്ത് സമയം നോക്കി. ഏട്ടാ പോവാ. ഓക്കെ, നീ ഒന്ന് ബാഗ് ശ്രദ്ധിക്കുക. അവൾ വേറെ ബസ്സിൽ ചാനിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രജീഷ് സ്റ്റാർട്ട് ചെയ്തു. കല്യാണി ബാക്ക് ഡോറിന്റെ സ്റ്റെപ്പിൽ ചെന്ന് ഡോറിൽ 2 അടിയടിച്ചു. പിന്നെ ബെല്ലിന്റെ ചരലിൽ പിടിച്ച് വലിച്ചു തുടങ്ങി. കലു, ഞാൻ അടിച്ചോട്ടെ? ആൻമരിയ നേരത്തെ നാണത്തോടെ ചോദിച്ചു. അതിനെന്താ, വാ. ആൻമരിയ അവളുടെ അടുത്തേക്ക് ചെന്ന് കയറിൽ പിടിച്ചു. ചുമ്മാ മണിയടിച്ചാ പോരാ, റിവേഴ്സ് എടുക്കുമ്പോൾ പുറകിൽ ആളുകളോ മറ്റു വണ്ടി ഉണ്ടോ ശ്രദ്ധിക്കണം. ഡ്രൈവർക്ക് 2 സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. കല്യാണി ഓർമ്മിപ്പിച്ചു. ആൻമരിയ തലകുലുക്കി. പിന്നെ ആപ്പിൾ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ബസ്സിന്റെ പുറകിലെ ഗ്ലാസ്സിലൂടെ ഏന്തി വലിഞ്ഞു നോക്കി ബെല്ലടിച്ചു തുടങ്ങി. അങ്ങനെ ആ പൂതി കഴിഞ്ഞു. സന്തോഷായി. ബസ് ട്രാക്കിൽ വെച്ച ഉടനെ അവൾ സീറ്റിൽ ചെന്നിരുന്നു. ഇതായിരുന്നു ഇത്ര വലിയ ആഗ്രഹം. ഇതിനു മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ നടത്തി തരുന്നല്ലോ. വേണേ ചേച്ചി കണ്ടക്ടർ ആയിക്കോ. എന്നാ ഞാൻ ലീവ് എടുക്കുമ്പോൾ ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യാലോ. അത്രയ്ക്കൊന്നും വേണ്ട മോളെ. അപ്പോഴേയും ക്ലീനർ മുരളി ഓടിക്കതച്ച് വന്നു. ആൻമരിയെയും കല്യാണിയെയും നോക്കിയൊന്ന് ചിരിച്ച ശേഷം അയാൾ അരിയിൽ നിന്നും മദ്യക്കുപ്പിയെടുത്ത് ബാക്ക് സീറ്റിനടിയിലെ ബോക്സിൽ വെച്ചു. ഡെയിലി ഇതില്ലാതെ പറ്റില്ല അല്ലേ മുരളി ഏട്ടാ? ഇത് എനിക്കൊന്നല്ല വെച്ചേ, കൂട്ടുകാരന്മാർക്കാ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അടിയുള്ളൂ. അവന്മാര് വണ്ടിക്കൂലി കൊടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് പകരം ഞാൻ വാങ്ങുന്നു ഒരു സേവനം. അയാൾ വിളിക്കെ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി ആളുകളെ വിളിച്ചേറ്റാൻ തുടങ്ങി. പിന്നീട് ആ ഏട്ടനും അനിയത്തിക്കും ആൻമരിയ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. പണ്ട് വിഷ്ണു എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ. ഒരിക്കലും തന്റെ പ്രണയത്തെക്കുറിച്ച് പ്രജീഷ് അവളോട് സംസാരിച്ചില്ല. വൈകുന്നേരം അവളെയും കൂട്ടി 2 പേരും ചായ കുടിക്കാൻ പോകും. അതിനുശേഷം ബസ്സിൽ വന്നിരുന്ന് സമയാവുന്നവരെ സംസാരിക്കും. ഹോസ്പിറ്റലിലെയും നാട്ടിലെ 11 ഏട്ടന്മാരുടെയൊക്കെ കാര്യമായിരിക്കും ആൻമരിക്ക് പറയാനുണ്ടാവുക. പ്രജീഷിന് കല്യാണിയുടെ കുറുമ്പുകളെ കുറിച്ചും. രാത്രി വീട്ടിലെത്തിയാൽ ഫോൺ വിളികളും പതിവായി. കല്യാണിയോടായിരുന്നു അവൾക്ക് അടുപ്പ് കൂടുതൽ. ആ പെൺകുട്ടി അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാവും അതിന് കാരണം. തന്റെ കൊച്ചൻ തിരിച്ചുപോയോ? ഒരു ദിവസം പ്രജീഷ് ചോദിച്ചു. അവര് നാട്ടിൽ സെറ്റിൽഡ് ആവാൻ വന്നല്ലേ? വീടൊക്കെ പുതുക്കി പണിഞ്ഞു തുടങ്ങിയെന്നാ കേട്ടത്. എന്തായാലും അമ്മച്ചിക്ക് സന്തോഷമായല്ലോ. ഒരിക്കലും നഷ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ തിരിച്ചിട്ടില്ലേ? പിന്നില്ലാതെ, ആള് നിലത്തൊന്നല്ല. ഇപ്പൊ എപ്പോ നോക്കുമ്പോഴും ബെന്നി സലോമി ഈ 2 പേരെ കുറിച്ച് പറയാനുണ്ടാവും. കൊച്ചച്ഛനിടയ്ക്കിടെ വരുമ്പോൾ കൈ നിറയെ സാധനങ്ങൾ കൊണ്ടുവരും. പറമ്പിലുണ്ടായ കുറെ പച്ചക്കറികളും മറ്റും ഇന്നൊരു വണ്ടി കൊടുത്തുവിട്ടായിരുന്നു. എൻ്റെ അപ്പനും കൂടി അവകാശപ്പെട്ടത് ഇപ്പോഴാണ് അവർക്ക് തരാൻ തോന്നിയത്. കാലം മാറുന്നതോറും മനുഷ്യരുടെ മനസ്സ് മാറും.
തൻ്റെ അപ്പം മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ദേഷ്യം കൊണ്ടു നടക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ എനിക്കൊരു 8ന്റെ പണി കൊച്ചച്ഛൻ നൈസായിട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താ അത്? കൊച്ചച്ഛൻ്റെ മക്കൾ അയർലൻഡിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവരെനിക്ക് അവിടെ ഒരു ജോലി നോക്കുന്നുണ്ട്. കിട്ടിയാൽ അമ്മച്ചി കൊച്ചച്ഛൻ്റെ ആൻറ്റിയുടെയും കൂടെ തറവാട്ടിൽ നിൽക്കാമല്ലോ. പ്രജീഷിൻ്റെ മുഖം മങ്ങി. അപ്പോൾ താൻ പോവാണോ? ഒരു കണക്കിന് നോക്കുമ്പോൾ അതാ നല്ലത്. ഇവിടെ പട്ടിപ്പണി എടുത്താലും തരുന്ന നക്കാപ്പിച്ച കാശ. അതിന് തന്നെ ദിവസം 100 ആളുടെ വായിലിരിക്കുന്ന കേൾക്കണം. മാലാകമാരെന്നൊക്കെ ഒരു ഭംഗിക്ക് പറയാൻ കൊള്ളാം. വല്ലതും സമ്പാദിക്കണമെങ്കിലേ കടലിൽ കിടക്കണം. ആരും ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. എന്തു പറ്റി പ്രിജേട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണോ? തൻ്റെ ഭാവിക്ക് വേണ്ടിയല്ലേ, പോയിക്കോ, അതാ നല്ലത്. ആൻമരി ഒന്ന് ചുറ്റും നോക്കി, പിന്നെ അവനെ താഴെ പിടിച്ച് ഉയർത്തി. ഞാൻ പോയാ സങ്കടം ഉണ്ടാവുമോ? അവൻ മൂളി. കല്ല് എവിടേക്കെങ്കിലും പോയാലുണ്ടാവുന്ന അത്ര സങ്കടം? അതിനവളെ എന്നെ വിട്ടെങ്ങോട്ടും പോയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന എങ്ങനെ തോന്നി? അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. ദൂരെ നിന്നും കല്യാണിയും മുരളിയും ബസ്സിന് നേരെ വരുന്നുണ്ടായിരുന്നു. അതെ, ഞാനൊരു കാര്യം പറയാം. എത്ര വേണ്ടെന്ന് സ്വയം വിലക്കിയിട്ടും ഈ ആച്ചായത്തിപ്പെണ്ണിന്റെ മനസ്സിൽ കൃഷ്ണകൃപ ബസ്സിന്റെ ഡ്രൈവറോട് എന്തോ ഒരു തരം പ്രത്യേക ഫീല് തോന്നുന്നുണ്ട്. സത്യാണോ? പ്രജീഷ് കണ്ണുമിഴിച്ചു. അതേടോ മാഷേ, അതിന്റെ കാരണം ഒന്ന് ചോദിക്കരുത്, പറഞ്ഞുതരാം. പക്ഷേ എനിക്കറിയില്ല, ഇത് പ്രണയാണോ എന്ന് പോലും അറിയില്ല. പക്ഷെ എൻ്റെ അപ്പനോടുണ്ടായിരുന്ന പോലെ നാട്ടിലെ 11 ഏട്ടന്മാരോട് ഉള്ള പോലത്തെ ഒരു ഫീലല്ലെന്ന് അത് മാത്രം അറിയാം. ഇത് വേറെന്തോ ആണ്. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല പ്രജിയേട്ടാ. ചിലപ്പോൾ ഇതിൻ്റെ അവസാനം ദുരന്തമായേക്കാം. എങ്കിലും പ്രജിയേട്ടനും കല്ലും ഇന്ന് കൂടെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞപ്പോഴേക്കും എന്തിനോ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ആദ്യം കല്യാണിയും പുറകെ മുരളിയും ബസ്സിലേക്ക് കയറി. എന്താണ് ഒരു ഗൂഢാലോചന? കല്യാണി ചോദിച്ചോ. പ്രജീഷ് ചാടി എഴുന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. പിന്നെ ഡ്രൈവിംഗ് സീറ്റിന് നേരെ ഓടി. അയ്യോ, എൻ്റെ ഏട്ടന് വട്ടായോ? എന്തു ചേച്ചി? അന്ന് വീട്ടിൽ നിൽക്കുന്ന കല്യാണിയെയും മുരളിയെയും നോക്കി ആൾ വെറുതെ കണ്ണടിച്ച് കാണിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആൻമരിയുടെ മനസ്സ് നിറയെ പ്രജീഷായിരുന്നു. ഈ ബന്ധത്തോട് അമ്മച്ചിയും കൊച്ചച്ഛനും ആന്റിയും ക്ലബിലെ ഏട്ടന്മാരും എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അവൾ ചിന്തിച്ചില്ല. പ്രജീഷിനും കല്യാണിക്കുമൊപ്പം ജീവിക്കണം, അതിന് സഹായിക്കണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രണയത്തിന്റെ സുന്ദരമായ ദിനങ്ങളായിരുന്നു പിന്നീട്. ആരും അറിയാതെ പലതവണ ആൻമരിയ പ്രജീഷിന്റെയും കല്യാണിയുടെയും കൂടെ പുറത്ത് കറങ്ങാൻ പോയി. ചിലപ്പോഴൊക്കെ കല്യാണി ആർക്കിടയിലും തടസ്സമാവാതിരിക്കാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൾ വിട്ടില്ല. അങ്ങനെ നിന്നെ മാറ്റിയിരുത്തി എനിക്കൊരു സന്തോഷം വേണ്ട കല്യൂസേ. നീ കാരണം നിന്റെ ഏട്ടനോട് എനിക്ക് ഇഷ്ടം തോന്നിയത്. വിഷാദത്തോടെ നിൽക്കുന്ന കല്യാണിയെ ചേർത്ത് പിടിച്ച് അവൾ പറയുമ്പോൾ പ്രജീഷിന്റെ മനം കുളിർക്കും. ശ്യാമേച്ചിയും വിഷ്ണുവും പോയ ശേഷം സ്നേഹം എന്താണെന്ന് കല്യാണി അനുഭവിക്കുന്നത് ആൻമരിയിൽ നിന്നാണ്. ഒരടുത്ത കൂട്ടുകാരിയായി, ചേച്ചിയായി, ചിലപ്പോഴൊക്കെ അമ്മയായി ആൻമരി അവളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. ചിലപ്പോഴൊക്കെ രണ്ടാളും തമ്മിൽ നല്ല വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ അത് പരിഹരിക്കാതെ രണ്ടാൾക്കും ഉറങ്ങാൻ സാധിക്കില്ലായിരുന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. അയർലൻഡിലേക്ക് തന്നെ പറിച്ചിടാനുള്ള ശ്രമങ്ങൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആൻമരിയെ മുടക്കി. മറിയാമോ, നീ എന്താ മിണ്ടാത്ത്? നിർത്തിയിട്ട ബസ്സിന്റെ പുറകിലെ സീറ്റിൽ നിന്നുമാണ് ചോദ്യം. ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രജീഷ് സീറ്റിൽ ചാരിയിരുന്ന് കപ്പലണ്ടി ഓരോന്നായി വായിലേക്ക് എറിയുകയാണ്. എന്താണ് ഈ നോക്കി പീഡിപ്പിക്കുന്നത്? എത്ര തവണ പറഞ്ഞു എന്നെങ്ങനെ വിളിക്കരുതെന്ന്? എന്റെ പേര് ആൻമരിയ എന്നാ. മറിയാമെന്ന് വിളിക്കുന്നതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാടി. മറിയാമോ നിങ്ങളുടെ കെട്ടിയോളാ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. അവൻ എഴുന്നേറ്റ് അവിടെ നേരെ മുമ്പിലെ സീറ്റിൽ വന്നിരുന്നു. നിന്റെ പ്രശ്നം എന്താ വെച്ചേ? എന്തിനെ ചൂടാവുന്നത്? ഇന്നലെ എന്തിനാ പള്ളിയിൽ വന്നേ? നിന്നെ കാണാൻ. അതിന് പറഞ്ഞിട്ട് വന്നൂടെ? ഞാൻ ആ പേടിച്ചു പോയി. അമ്മച്ചി പോലെ സംശയം തോന്നിയിരുന്നെങ്കിലോ? നിന്റെ അമ്മച്ചീനെ കണ്ടില്ലല്ലോ, അവിടെയുള്ള ആർക്കും എന്നെ അറിയില്ല. പള്ളിയിൽ എത്ര പേര് ഞായറാഴ്ച കുർബാന കൂടാൻ വരുന്നുണ്ട്? ഉണ്ട്, പക്ഷെ നെറ്റിയിൽ ചന്ദനക്കുറിയിട്ടുകൊണ്ട് ഒരാളും പള്ളിയിൽ വരാറില്ല. പ്രജീഷ് അബദ്ധം പറ്റിയ പോലെ നാവ് അടിച്ചുകൊണ്ട് ചിരിച്ചു. രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, കുറി വെച്ച മറന്നുപോയി. ആൾ മുഖം വീർപ്പിച്ചിരുന്നു. നീ പെണങ്ങളെ വെച്ചേ, കൃഷ്ണനും കർത്താവിനും നമ്മുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർക്കുണ്ടാവില്ല, പക്ഷെ പള്ളിക്കാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാവും. അത് ഓർമ്മ വേണം. എനിക്ക് കുടുംബം എന്ന് പറയാൻ ആരാ ഉള്ളത്? പ്രജീഷിന്റെ ആ ചോദ്യം ആളുടെ ഹൃദയത്തിൽ കൊണ്ടു. നിനക്ക് ചീത്ത പേരുണ്ടാക്കാനെന്നുള്ള അവസ്ഥയോടെ വന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ തോന്നി, ക്ഷമിക്ക്. ആൻമരിയെ ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവന്റെ കയ്യിലും തൊട്ടു. വിഷമായോ? ഏയ് ഇല്ല. ഞാനൊരു ടെൻഷൻ കൊണ്ട് പറഞ്ഞ വിഷമായി. സോറി. ഏയ് സോറിന്ന് വേണ്ട. പിന്നെ ഞാൻ കുറേയായി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അയ്യടാ, നിന്റെ മട്ടും പാവം കണ്ട എന്റെ കൂടെ 3-4 ട്രിപ്പ് വരാൻ പറഞ്ഞ പോലെയാണല്ലോ കൊച്ചേ. ഇത്രയും നിസ്സാരമായൊന്നും എനിക്ക് വേണ്ടി ചെയ്യാൻ എന്തിനാണ് ഈ മടിക്കുന്നത്? എനിക്ക് എന്തോ പോലെ. പ്ലീസ്, അത്രയൊക്കെ കൊതിയുള്ളതുണ്ടല്ലേ? നാളെ പരിഗണിക്കുക. ഓ വേണ്ട,
അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഇനി കെഞ്ചിക്കൊണ്ട് ഞാൻ വരില്ല, ഉറപ്പ്. അവൻ ബസ്സിന്റെ ഡ്രൈവർ സീറ്റിന് നേരെ നടന്നു. അപ്പോഴാണ് ഒരു വൃദ്ധൻ പുറകിലെ ഡോർ വഴി അകത്തേക്ക് കയറിയത്. ഈ ബസ് എത്ര മണിക്കാ പോവാ മോനെ? അയാൾ ചോദിച്ചു. പ്രജീഷ കേട്ടില്ല. ഡ്രൈവറെ. ബസ് സ്റ്റാൻഡിലെ ഭാഗത്തിനിടയിൽ അവൻ അതും കേട്ടില്ല. ഈശായ ആൻമരിയെ വിളിച്ചു. അത് പക്ഷെ പ്രജീഷ് കേട്ടു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ദേ സമയം ചോദിക്കണം. ആൾ വൃദ്ധനെ ചൂണ്ടി. 10 മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ. ടൈം ആകുമ്പോൾ ബസ് ബേയിലേക്ക് വെക്കും. ഈ റൂട്ടിൽ പോകുന്ന മറ്റു ബസ്സുകൾ അവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിയില്ല മോനെ, ഈ പെങ്കൊച്ചി ഇരിക്കുന്നാണ്ട് കയറിയതാ. ഇത് യാത്രക്കാരിയല്ല, എൻ്റെ വൈഫാ. ആ അതെയോ, എന്നാ ശരി. അയാൾ പുറത്തേക്ക് ഇറങ്ങി. വൈഫോ? ഏതു വകയില്? ആൻമരി അവർ നോക്കി കണ്ണുരുട്ടി. അദൃശ്യമായി മിന്നീട്ടി ഞാൻ ഈ അച്ചായത്തിപ്പണിനെ സ്വന്തമാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞേച്ചാലും മതി. പറഞ്ഞോളാം, പക്ഷെ നേരത്തെ വിളിച്ച് ഒന്നുകൂടെ വിളി. അതൊരു ഫ്ലോയിൽ വന്നതാ. എന്റെ കൊച്ച്, ഞാൻ വലിയ ആഗ്രഹമൊന്നും പറഞ്ഞില്ലല്ലോടി. നീ എന്നെ എന്നും ഇച്ചായെന്ന് വിളിക്കണം, അത് കേൾക്കാനൊരു പൂതി. അതുകൊണ്ടല്ലേ ഇങ്ങനെ കെഞ്ചെന്ന്. ഞാൻ വിളിച്ചാൽ മതിയോ? ഒരു ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടിത്തിരിഞ്ഞു. കല്യാണി. ചായ കുടിക്കാൻ പോലും വരാതിനകത്തിരുന്ന കൊഞ്ചെന്ന പരിപാടി ഞാൻ നിർത്തിത്തരാം. സത്യനോട് ഇന്ന് എന്തായാലും ഞാനിത് പറയും. മൂപ്പന്റെ ബസ്സിലെ ഡ്രൈവർ സ്ഥിരം യാത്രക്കാരെ വളച്ചെടുത്ത് പ്രേമിക്കുന്ന അറിയട്ടെ. ആളൊരു ചോക്ലേറ്റ് ആൻമേരിക്ക് നൽകി. ഇതെന്തിനാ? സ്നേഹം കൊണ്ടൊന്നല്ല, ആ ചായക്കടയിൽ ബാക്കി വരാൻ ചില്ലറിലായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഏട്ടന്റെ അനിയത്തി തന്നെ. ആൻമരിയ ആള് നോക്കി കൊഞ്ഞനും കുത്തി. പ്രജീഷ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു. അത് ട്രാക്കിൽ കൊണ്ടുവന്നപ്പോഴേക്കും 2 ഡോറിലൂടെയും യാത്രക്കാർ ഇരച്ച് കയറി. ബസ് പതിയെ യാത്ര തുടങ്ങി. കല്യാണി യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുകയാണ്. കുറച്ചു ദൂരം ചെന്നപ്പോൾ പ്രജീഷ് പാട്ട് പ്ലേ ചെയ്തു. പഴയ മലയാളം മെലഡി സോങ്സ് ആണ്. ഇടയ്ക്ക് അവൻ ഗ്ലാസ്സിലൂടെ അവളെ നോക്കി കണ്ണിറുക്കി. എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തതിന് ശേഷം കല്യാണി അവളുടെ അടുത്ത് വന്നിരുന്നു. നിങ്ങൾ രണ്ടാൾ തീരെ അപ്ഡേറ്റ് അല്ലേ ചേച്ചി? അതെന്താടി? 2 ദിവസം മുമ്പ് ഞാൻ പാർക്കിൽ പോയപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊന്ന് കാണിക്കുന്നുണ്ടല്ലേ? ഓ, ഇവിടെ ഒരെണ്ണം ദിവ്യ പ്രണയം കൊണ്ടുനടക്കുന്നു. കെട്ടിപ്പിടുത്ത ഉമ്മയ്ക്കലോ ഒന്നുമില്ല. ആകെ ചെയ്യുന്ന ബസ്സിൽ നിന്ന് രാത്രി ഫോൺ ചെയ്ത് കുറെ സംസാരിക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? ഞാൻ നിന്നെ ഉമ്മയ്ക്കുന്നുണ്ടല്ലോ, കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. എന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞാൽ നാത്തൂര് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി. ഏട്ടൻ്റെ അടുത്ത് പോകാൻ ഞാൻ വിടില്ല. പ്രൈവസിക്ക് തടസ്സം നിൽക്കണമെന്ന് രീതി എത്ര ഞാൻ മാറി തന്നു. എന്നിട്ട് വിരൽ പോലും തൊടാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന 2 എണ്ണം. ഓ, ഇതിന് മാത്രം എന്തെത്ര സംസാരിക്കാൻ? അധിക പ്രസംഗി. ആൾ കല്യാണിയുടെ തുടയിൽ ആഞ്ഞു നുള്ളി. വേദനിക്കുന്ന ചേച്ചി. വേദനിക്കാൻ വേണ്ടി തന്നെയാണ് നുള്ളിയത്. ഞങ്ങൾ എന്താ സംസാരിക്കണം നിനക്ക് കേൾക്കണം. നിന്നെ കുറിച്ചാ, നിന്റെ ഭാവിയെ കുറിച്ച്. കല്യാണി നിശബ്ദയായി. കല്യാണം പലപ്പോഴും ഞാൻ നിന്നോട് ചോദിച്ച് ആവർത്തിക്കുക, എത്ര നാളെ ഇങ്ങനെ? വിഷ്ണുവേട്ടൻ പോയി. ദൈവം അത്രയും ആയുസ് നിശ്ചയിച്ചിട്ടുള്ളൂ. മറക്കാൻ പ്രയാസമാണെന്നറിയാം. പക്ഷെ ഒരാൾ മരിച്ചാലും ബാക്കിയുള്ളവർ മുന്നോട്ട് പോയാലേ പറ്റൂ. നിന്റെ ഏട്ടൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രം. ആ മനസ്സിൽ നീ കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ. എൻ്റെ അറിവിൽ കുട്ടിക്കളിയും വാശിയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം പക്വതയുണ്ടായിരുന്നു പണ്ട് നിനക്ക്. ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പോലും നിനക്കൊരു ഒളിച്ചോട്ടമല്ലേ? അനിയത്തിയുടെ ഭാവിയെക്കുറിച്ച് ആ മനുഷ്യന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആരും വിഷ്ണുവേട്ടനെ പകരാവില്ല. പക്ഷെ കല്ലു, ജീവിതം ഒരുപാട് ബാക്കിയില്ലേ? ഞങ്ങളുണ്ട് നിനക്ക്. എന്നാലും അത് പോരല്ലോ. അറിയാൻ ചേച്ചി. കല്യാണിയോടെ നോക്കി. ഞാനിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണടക്കുമ്പോൾ ഇന്നും മുന്നിൽ വിഷ്ണുവേട്ടനാ. ആ സ്നേഹം, ദേഷ്യം, ശാസന എല്ലാം. ഒടുക്ക റോഡിൽ കിടക്കുന്ന വിഷ്ണുവേട്ടൻ്റെ ദേഹത്തൂടെ വണ്ടി കയറി ഇറങ്ങുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏട്ടൻ്റെ കല്യാണത്തെക്കുറിച്ചാണ് വിഷ്ണുവേട്ടൻ സംസാരിച്ച്. അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന ചിന്തയായിരുന്നു എനിക്ക്. അപ്പോഴാ ചേച്ചിയുടെ ഒരു കുഞ്ഞിഷ്ടം എൻ്റെ ഏട്ടൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞ് ഇപ്പം ഞാൻ ഹാപ്പിയാ. ആൾ ആൻമരിയുടെ കയ്യിൽ പിടിച്ചു. പിന്നെ എൻ്റെ കാര്യം, എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന, ഒരിക്കലും ഭ്രാന്തുണ്ടായിരുന്ന പെണ്ണാണെന്ന് സഹതാപില്ലാതെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ ഉറപ്പായിട്ടും ഞാൻ യെസ് പറയും. അതുവരെ ഞാൻ ഈ പുന്നാര ഏട്ടനെയും ചന്ദ്രി ചേച്ചിയുടെയും പൊന്നമ്മനായി കഴിഞ്ഞോളാം. ഇനി അഥവാ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് വിട്ടേക്ക്. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഞാൻ. അതെ, തീരെ ചെറിയ കുഞ്ഞുവാവ. ഈ നാവും കൂടി ഇല്ലായിരുന്നു കാണായിരുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ പ്രജീഷിനോടും കല്യാണിയോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. നൈറ്റ് റൈഡേഴ്സ് ക്ലബിന് മുമ്പിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരോട് കുറച്ചു നേരം സംസാരിച്ച് ആൾ വീട്ടിലെത്തി. ലിവിംഗ് റൂമിൽ ബെന്നിയും സലോമിയും ഇരിക്കുന്നുണ്ടായിരുന്നു. മേരി ചുമന് ചാരി നിൽക്കുന്നു. ആ കൊച്ചച്ഛൻ ആന്റി എപ്പോ വന്നു? കുറച്ചു നേരമായി. അയാളുടെ ശബ്ദത്തിൽ ഗൗരവം. 3 മുഖങ്ങളും തീരെ പ്രസന്നമല്ലെന്ന് കണ്ടതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആൻമരിയെ ഊഹിച്ചു. നിനക്കൊന്ന് നാളെ ലീവ് എടുക്കാൻ പറ്റുമോ? എന്നാ കൊച്ചാ? നാളെ തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ഈ അയർലൻഡിൽ പോകും. ജെറിയും ജോമി എന്തെങ്കിലും ജോലി ശരിയാക്കും. അവരുടെ കൂടെ താമസിക്കുകയും ചെയ്യും. ബെന്നിയുടെ മക്കളാണ് ജെറിയും ജോമിയും. അത് കൊച്ചച്ഛൻ, ഞാൻ മാനസികമായിട്ടൊന്ന് തയ്യാറെടുത്തിട്ട് മതി. ഇനി തയ്യാറെടുക്കാൻ സമയം തന്നാലേ നീ കണ്ടവന്റെ കൊച്ചിനെ വയറ്റി ചുമക്കും. അയാൾ അലറി. നാണം ഉണ്ടോടി നിനക്ക്?
ഒരു ബസ് ഡ്രൈവർ, അതൊരു ഹിന്ദു. തള്ളയിട്ടിട്ട് പോയ ഒരുത്തൻ. വേറെ ആരെയും കിട്ടിയില്ലേടേ. ഒരിക്കൽ നിന്റെ അപ്പം പ്രേമിച്ചേട്ടി അന്ന് തകർന്ന എന്റെ കുടുംബം. അന്ന് എന്റെ അപ്പനും അമ്മയും വഴിതെറ്റിപ്പോയ മോനോർത്ത് ചങ്കുപൊട്ടി കരയുന്നത് ഞാൻ കുറെ കണ്ടതാ. ആ ദിവസം നിന്റെ അപ്പനും അമ്മയും ഞാൻ മനസ്സിൽ കുഴിവെട്ടി മൂടി. ബെന്നി അന്തസ്സായി പേരൻസിന് വേണ്ടി ജീവിച്ച് കാണിച്ചു കൊടുത്തു. അവര് കണ്ണടച്ചത് എന്റെ വളർച്ച കണ്ടിട്ട് സന്തോഷത്തോടെ തന്നെയാടി. ബെന്നിക്ക് എതക്കുന്നുണ്ടായിരുന്നു. ആണായാലും പെണ്ണായാലും മക്കൾക്ക് മാതാപിതാക്കളോട് ചില കടമകളൊക്കെ ഉണ്ട്. നിങ്ങളാരും ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ലല്ലോ. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുമ്പോ പ്രേമം, കോപ്പ്, മണ്ണാങ്കട്ട എന്നൊക്കെ ഓരോന്ന് പോക്കിക്കൊണ്ടുവരും. വീട്ടുകാരെ പരമാവധി നാണം കെടുത്തും. വളർത്തിയതിന്റെ കൂലിയല്ലേ. അറ്റ്ലീസ്റ്റ് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ തന്റെ കുടുംബത്തിന് ചേരുന്നാണെന്നെങ്കിലും നോക്കണം. ധൈര്യക്കുന്നു സലോമി, നിന്റെ ആന്റി നല്ല അന്തസ്സുള്ള തറവാട്ടിലെയാ. എന്റെ 2 ആൺമക്കൾ കെട്ടിയതും അങ്ങനെ തന്നെയാ. നീ ഇവിടെ നിന്റെ അപ്പന്റെ പാത പിന്തുടരുന്നു. അയാൾ എഴുന്നേറ്റു. ടാപ്പിംഗ് പണിക്കാരൻ തൊമ്മിക്കുഞ്ഞിന്റെ മോള് മേരിയോടും അവരുടെ എന്റെ ചേട്ടായിയുടെയും രക്തത്തിൽ ജനിച്ച നിന്നോടും വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറന്ന് കൂട്ടത്തിൽ ചേർത്ത് എന്റെ വലിയ മനസ്സ്. ചേട്ടായിക്ക് അവകാശപ്പെട്ട 2 ഏക്കർ പറമ്പും പിന്നെ നാട്ടിലെ 4 കടമുറി നീയോ നിന്റെ അമ്മച്ചിയോ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ തീരുമാനിച്ചതും എപ്പോഴോ അകന്ന കുടുംബം ഒന്നാവട്ടെ എന്ന് കരുതിയാ. ഒരു തരി മണ്ണ് പോലും നിങ്ങൾക്ക് തരേണ്ടെന്നായിരുന്നു എന്റെ അപ്പന്റെ അമ്മച്ചിയുടെ മനസ്സിൽ. പക്ഷേ സലോമി ഇടയ്ക്കിടെ ചോദിക്കും, എന്തിനാ ചേട്ടായി അവർക്കുള്ള കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന്. എന്നെക്കാൾ നിങ്ങളെ കാണാൻ തിടുക്ക ഇവൾക്കായിരുന്നു. അയാൾ മുണ്ട് മുറുക്കിയെടുത്തു. നിനക്ക് നല്ലൊരു ഭാവി, മേരി ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ വിശ്രമ ജീവിതം. ഇതൊക്കെ വേണ്ടിയാ അയർലൻഡിൽ ജോലിക്ക് ശ്രമിക്കുന്നേ. കിട്ടുകയും ചെയ്യും. ഈ കേരളം വിട്ട് പുറത്തേക്കും നിന്റെ അമ്മച്ചി പോയിട്ടില്ല. അവർക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. പണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്ത പോലെ നീയും ചെയ്യുന്ന ഞാൻ കരുതിയേ. പക്ഷേ ഇവിടെ പ്രേമം നിർത്തിയിട്ട ബസ്സിലും ചായക്കടയിലും പാർക്കിലും ബീച്ചിലും ഒലിപ്പിക്കല്. ഒരിക്കലും അപ്പം കളഞ്ഞ മാനം വീണ്ടും കളയാറാ നിന്റെ തീരുമാനം അല്ലേടി? ബെന്നി അവളുടെ തൊട്ടടുത്ത് വന്നു. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഞങ്ങൾ അനുസരിച്ച് എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ ആ വണ്ടിപ്പണിക്കാരൻ്റെ കൂടെ നരകിക്കുക. പക്ഷേ രണ്ടാമത്തേതാണ് നീ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഞങ്ങൾ മാത്രമല്ല, പിന്നീട് നിനക്ക് അമ്മച്ചിയും ഉണ്ടാവില്ല. ഞാൻ കൊണ്ടുപോകും. ഒരു കാര്യം ഓർത്തോ, വീട്ടുകാരെ നാണം കെടുത്തി അവരെ കരയിപ്പിച്ച് സ്വന്തം വഴി തിരഞ്ഞെടുത്ത ആരും നിലനിന്നിട്ടില്ല. ഉദാഹരണം നിന്റെ അപ്പം തന്നെ. പാടി പോവാം. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മച്ചി മിണ്ടരുത്, ആശിച്ചവളെ. ആർ പലിഞ്ഞരിച്ചു. പിന്നെ മുറിക്കൽ കയറി ഡോർ വലിച്ചടച്ചു. ആൻമറിയ കസേലയിൽ നിന്ന് മേശമേൽ തല വെച്ച് ഏങ്ങി കരഞ്ഞു തുടങ്ങി. എന്നാലും ചേച്ചിക്ക് എന്താ പറ്റിയേട്ടാ? 2 ദിവസമായിട്ട് ആളെ കണ്ടില്ല. ഫോൺ വിളിച്ചാലും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കല്യാണി ആകുലപ്പെട്ടു. ഒരു മെസ്സേജെങ്കിലും അയച്ചൂടെ? അറിയില്ല മോളെ, ചിലപ്പോൾ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോയതാവും. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഫോൺ ഉപയോഗിക്കാൻ പറ്റായിട്ടാണെങ്കിലോ. ബസ്സിനുള്ളിലായിരുന്നു അവർ രണ്ടും. പ്രജീഷ് ആൻമരിയ സ്ഥിരം ഇരിക്കാനുള്ള സീറ്റിലേക്ക് സങ്കടത്തോടെ നോക്കി. സാധാരണ അവൾ വരുന്നില്ലെങ്കിലും ഫോൺ വിളിച്ച് പറയാറുണ്ട്. ഇതിപ്പോ 2ാമത്തെ ദിവസമാണ്. കല്യാണിയെ സമാധാനിപ്പിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി തോന്നി. നമുക്ക് നാളെ ലീവ് എടുത്ത് ചേച്ചിയുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാലോ ഏട്ടാ? പ്രജീഷ് അതിന് മറുപടി അറിയും മുമ്പ് ബാക്ക് ഡോർ തുറന്ന ഒരാൾ അകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല ഉയരവും അതിനൊത്ത വണ്ണവും ഷർട്ടും മുണ്ടുമാണ് വേഷം. അതിന് പുറകെ ചെറുപ്പക്കാരായ 4-5 പേരും. ചേട്ടാ, ഈ ബസ് പോവാറായിട്ടില്ല. കല്യാണി പറഞ്ഞപ്പോൾ അയാൾ പുച്ഛത്തോടെ ചിരിച്ചു. ഈ ബസ് മിക്കവാറും ഇനി എങ്ങോട്ടും പോവേണ്ടി വരില്ല. അതിനുള്ള പണി എനിക്കറിയാം. അയാൾ 2 പേരെയും മാറി മാറി നോക്കി. എന്നെ മനസ്സിലായോ? ഞാൻ ആൻമരിയുടെ കൊച്ചച്ഛൻ, പേര് ബെന്നി. കല്യാണം ഉറപ്പിക്കാൻ വന്നാ. നമുക്ക് നാളെ തന്നെ അങ്ങ് നടത്തിയാലോ? ബെന്നി മുണ്ട് മടക്കി കുത്തി. ബസ്സിൽ വരുന്ന പെമ്പിള്ളേരെ വളച്ചു കൊടുക്കാൻ ഏട്ടൻ അനിയത്തി കൂട്ട്. കൊള്ളാം. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്ത ആള് മാറിപ്പോയി. എന്റെ കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് വേണം. അരാം നാറി. അയാൾ പ്രജീഷിന്റെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കല്യാണി അയാളുടെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അയാൾ കല്യാണിയെ സീറ്റിലേക്ക് തള്ളിയിട്ടു. ആളുടെ തല കമ്പിയിലിടിച്ച് കണ്ടതോടെ പ്രജീഷ് കുതിറി. അടങ്ങി നിക്കടാ ചക്ക. കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവളെ കെട്ടണം എന്നാഗ്രഹിക്കുന്ന അതിമോഹല്ലേ. നിനക്ക് എന്താണ് അതിന് യോഗ്യത? തന്തയത്ത് വർഷം ഒന്ന് കഴിയും മുമ്പേ തള്ള വീർത്തെന്റെ ഭാര്യയായി. ബന്ധുക്കളെന്ന് പറയാൻ ഒരാൾ പോലുമില്ല. നീയൊക്കെ എന്തിനാണ് ആ പെണ്ണ് കിട്ടുന്നേ? അയാൾ അവനെ സീറ്റിലേക്ക് തള്ളിയിട്ടു. ബഹളം കേട്ട് ബസ്സിന് ചുറ്റും ആൾക്കൂട്ടം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇത് നിന്റെ അനിയത്തിയല്ലേടാ? ഇവളെ നീ ഏതിലും കൊള്ളരുതാത്തവന് കെട്ടിച്ചു കൊടുക്കുവോ? അയൽ വീട്ടിലെ ചെക്കന് സ്വന്തമായിട്ട് സ്റ്റുഡിയോയും ജോലിയൊക്കെ ഉണ്ടായിരുന്നോണ്ടല്ലേ നീ പെങ്ങളവനെ വളച്ചെടുക്കാൻ വിട്ടത്? അവൻ ചത്തില്ലായിരുന്നെങ്കിൽ ഇവളവന് കൊടുക്കില്ലായിരുന്നോ? കല്യാണിയുടെ മുഖം കടലാസ് പോലെ വിളറി കേൾക്കുന്ന പ്രജീഷ് കണ്ടു. കമ്പിയിലടിച്ച് അവളുടെ നെറ്റി മുഴച്ചിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
അതോടെ പ്രജീഷിന്റെ നിയന്ത്രണം വിട്ടു. അവൻ കാലുയർത്തി ആഞ്ഞ് ചവിട്ടി. ബെന്നി തെറിച്ചു വീണു. അയാളുടെ കൂടെ വന്ന പ്രജീഷ് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും മറ്റു ബസ്സുകളിലെ തൊഴിലാളികളും മുരളിയും ബസ്സിലേക്ക് ഇരച്ചെത്തി. ഇവനാ തൊട്ടാലുണ്ടല്ലോ ഒരുത്തന്നെ ഇവിടെ നടന്നു പോയില്ല, മുരളി അലറി. രംഗവഷളാവുമെന്ന് കണ്ടപ്പോൾ ബെന്നിയുടെ കൂട്ടാളികളിൽ ഒരാൾ അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിട്ടേ ചേട്ടായി, ഇവനോടൊക്കെ സംസാരിക്കാൻ നമുക്ക് കുറച്ചില്ല. ബെന്നി പകയോടെ പ്രജീഷിനെ നോക്കി. കുറച്ചു ദിവസം കഴിഞ്ഞാ അവൾ അയർലൻഡിലേക്ക് പോകും. അതുവരെ അവിടെ മുന്നിൽ നീ വന്നു പോരുത്. അഥവാ വന്നാ അയാൾ വിരൽ ചൂണ്ടി. കൊന്നുകളയും ഞാൻ, നിന്നെ മാത്രമല്ല നിന്റെ ആ ഭ്രാന്തത്തെ അനിയത്തിയെയും. അത്രയും പറഞ്ഞ് അവരിറങ്ങിപ്പോയി. പ്രജി, എന്താണ് പ്രശ്നം? ഒരു ഡ്രൈവർ ചോദിച്ചു. അവനതിന് മറുപടി അറിഞ്ഞില്ല. ഏട്ടാ, തളർന്ന ശബ്ദത്തിൽ കല്യാണി വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു. എനിക്ക് തലയിറങ്ങുന്ന ഏട്ടാ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കുഴഞ്ഞു വീണു. പ്രജീഷ് ഓടിച്ചെന്ന് അവളെ വാരിയെടുത്തു. മോളെ കല്ലു, അവൻ പേടിയോടെ വിളിച്ചു. അവളുടെ കണ്ണിന്റെ കൃഷ്ണമണികൾ മുകളിലേക്ക് മറിയുകയാണ്. മുരിയേട്ടാ, വണ്ടി വിളിക്ക്, എന്റെ മോള്. അവൻ കരഞ്ഞു. കൂടി നിൽക്കുന്നവരെ കഞ്ഞു മാറ്റി മുരളി പുറത്തേക്ക് ഓടി. 2 മിനിറ്റിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷ ബസ്സിന്റെ അരികിൽ വന്ന് നിന്നു. പ്രജീഷ് കല്യാണിയെ താങ്ങിയെടുത്ത് ഓട്ടോയിൽ കയറ്റി. മുരളിയും കയറിയതോടെ ഓട്ടോ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. ഡോ, താൻ ഓക്കെ അല്ലേ? ആരോ ചോദിക്കുന്ന കേട്ടപ്പോൾ ആൻമരിയെ കണ്ണുറന്നു. മുന്നിൽ വരുൺ. അവൾ ചാടി എഴുന്നേറ്റു. ഏയ് മെല്ലെ. അവൾ ചുറ്റും നോക്കി. അങ്കിൾ എവിടെ? അച്ഛനെ ഞാൻ പുറത്തിരുത്തി. താൻ നല്ല ഉറക്കമായിരുന്നു. തന്നെ വിളിക്കണമെന്ന് അച്ഛനാ പറഞ്ഞു. പക്ഷെ ഇത്രയും നേരമായിട്ട് എണീക്കാഞ്ഞപ്പോ ഞാൻ പേടിച്ചു, അതാ വിളിച്ചത്. തനിക്ക് വയ്യാകുന്നില്ലുണ്ടോ? ഇല്ല, സോറി സർ. ആൻമരിയക്ക് കുറ്റബോധം തോന്നി. രോഗിയായ ഒരാളെ പരിചരിക്കാനാണ് തനിക്ക് ശമ്പളം തരുന്നത്. പക്ഷെ തന്റെ ജോലി അദ്ദേഹത്തിന്റെ മകൻ ചെയ്തു. എടോ, ഞങ്ങളൊന്ന് പുറത്തു പോവുക, രാത്രി വരൂ, താൻ റെസ്റ്റ് എടുത്തോ. വരുൺ പുഞ്ചിരിച്ചു. പിന്നെ പുറത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ടാവുന്നതിന്റെയും അതകന്നു പോകുന്നതിന്റെയും ശബ്ദം കേട്ടു. ആൻമരിയ വീണ്ടും മലന്നു കിടന്നു. 6 മാസത്തോളമായി ഈ വീട്ടിൽ ഹാർട്ട് പേഷ്യന്റായ മുകുന്ദന്റെ പരിചരണമാണ് ചുമതല. കേരള പോലീസിലായിരുന്നു മുകുന്ദൻ. അസുഖം കാരണം ജോലി രാജിവെക്കേണ്ടി വന്നു. അയാളുടെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു. ആകെയുള്ള മകനാണ് വരുൺ. അച്ഛന്റെ ചികിത്സക്കെടുത്ത ലോണുകൾ തീർക്കാൻ വേണ്ടിയാണ് വരുൺ പ്രവാസിയായത്. ആ ഒരു നാട് വിട്ടുപോകാൻ തീരെ താല്പര്യമില്ലായിരുന്നെന്ന് മുകുന്ദൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. മുകുന്ദന്റെ കുടുംബത്തിലെ ആശ്രിതനായിരുന്ന കൃഷ്ണനാണ് ആകെയുള്ള സഹായം. ആദ്യമുണ്ടായിരുന്ന നേഴ്സിന് ജർമ്മനിയിൽ ജോലി കിട്ടിപ്പോയതിനു ശേഷമാണ് ആൻമരിയ വരുന്നത്. അന്നു മുതൽ മുകുന്ദൻ അവളെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചു. അവളുടെ കഥകൾ അറിഞ്ഞ ശേഷം ആ സ്നേഹം ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം. ദൂരയാത്ര ഡോക്ടർ വിലക്കില്ലായിരുന്നെങ്കിൽ അയാൾ അവിടെ നാട്ടിൽ പോയി പ്രശ്നങ്ങൾ തീർക്കാൻ മുൻകൈയെടുക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രശ്നങ്ങൾ അതൊരിക്കലും തീരരുത്, മരണം വരെ ഇങ്ങനെ ഉരുകണം. ആൻമരിയ വെറുതെ ചിരിച്ചു. എന്താണ് ചെയ്ത തെറ്റ്? ഒരാളെ സ്നേഹിച്ചതോ? അതോ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച ഏട്ടന്മാരോട് അതൊക്കെ മറച്ചു വെച്ചതോ? അവൾ മൊബൈലെടുത്ത് വിനോദിന്റെ വോയിസ് മെസ്സേജ് വീണ്ടും പ്ലേ ചെയ്തു. അന്നമോളെ എന്ന് വിളി കേട്ടപ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു. എന്നോട് ക്ഷമിക്കേട്ട, ഒന്നും പറയാഞ്ഞത് എന്റെ തെറ്റാ. ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വേദന തിന്നേണ്ടി വരില്ലായിരുന്നു. ഞാൻ ആരോടും ആത്മാർത്ഥ കാണിച്ചിട്ടില്ല. അമ്മച്ചി, ഏട്ടന്മാര്, എന്തിന് സ്നേഹിച്ച പുരുഷനോട് പോലും. അവൾ പൊട്ടിക്കരഞ്ഞു. പേടിക്കാൻ മാത്രമൊന്നുമില്ല പ്രജീഷ്. ഡോക്ടർ ഹരികൃഷ്ണൻ പ്രജീഷിനെ തോൾ തട്ടി. കല്യാണി മെന്റലി വളരെ വീക്കാണ്. പെട്ടെന്നുണ്ടായ ഷോക്ക് അത് നമ്മളെല്ലാവരെയും തളർത്തുമല്ലോ. ഒരിക്കൽ നഷ്ടപ്പെട്ട അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ചുള്ള ഓർമ്മകൾ, അതിന്റെ കൂടെ ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ട സങ്കടം എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലായിരുന്നു അവർ. ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞതിനെ തുടർന്നാണ് പണ്ട് കല്യാണി ചികിത്സിച്ചിരുന്ന സൈക്കാട്രിസ്റ്റ് ഹരികൃഷ്ണനെ പ്രജീഷ് വിളിച്ചുകൊണ്ടുവന്ന്. കല്യാണി ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ്. നൗ ഷീ ഈസ് ഓൾ റൈറ്റ്. ഉറങ്ങിക്കോട്ടെ. എഴുന്നേറ്റ് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. മെഡിസിൻ ഒന്നും ആവശ്യമില്ല. ബട്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്നൊന്നും സംഭവിക്കാത്ത ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അനിയത്തിയും കൊണ്ട് ഒരു യാത്രയൊക്കെ പോകാം. അതൊരുപാട് ഉപകാരപ്പെടും. താങ്ക്സ് ഡോക്ടർ. ഗോഡ് ബ്ലെസ് യു. സ്വന്തം ചോരയെ വരെ പണത്തിനും സ്വത്തിനും വേണ്ടി കൊല്ലുന്ന ഇക്കാലത്ത് ഏട്ടൻ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ബെസ്റ്റ് ഫ്രണ്ടും ഇല്ലാവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കല്യാണി ലക്കിയ. ഞാനാണ് ലക്കി ഡോക്ടർ. എൻ്റെ ലോകം അവളാ. ഇന്ന് ജീവിക്കുന്ന പോലും അവൾക്ക് വേണ്ടിയാ. ഡോക്ടർ പുഞ്ചിരിയോടെ ഒരിക്കൽ കൂടി അവനെ തോൾ തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. കല്യാണിയെ നോക്കിയ ശേഷം അവനും പുറത്തിറങ്ങി. മുരളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ട്രിപ്പ് പോണെങ്കിലോ മുരളിയേട്ടാ? അതൊന്നും സാരല്ലടാ. ഞാൻ സത്യേട്ടനെ വിളിച്ചിരുന്നു. ബസ് ഓടിയില്ലേനും കുഴപ്പമില്ല, കല്ലുവിൻ്റെ കാര്യം നോക്കാനും മൂപ്പര് പറഞ്ഞു. നാളേക്ക് ആരെങ്കിലും കിട്ടുമോ? ഡ്രൈവറായിട്ട് ഗിരീഷ് വരും. കണ്ടക്ടർ നമുക്ക് ആഷിഖിനെ ആക്കാം. ആ കുറേ ദിവസമായിട്ട് പണിയില്ലാതെ നടക്കുക. മതി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻമരി അവിടേക്ക് ഓടിക്കതച്ചെത്തിയത്. കല്ലുവിനെന്താ പറ്റി? ആൾ വേവരാതിയോടെ ചോദിച്ചു. പ്രജീഷ് മിണ്ടിയില്ല. പറയിച്ചായ, നിങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന കണ്ടിട്ട് അന്വേഷിച്ചപ്പോഴാണ് ആൾക്ക് വയ്യാതായി എന്നറിഞ്ഞ്. എന്തു പറ്റി?
ജീവനോടെ ഉണ്ട്, മരിച്ചിട്ടില്ല. അതിന് മറുപടിയായിട്ട് ആൻമരി ഞെട്ടി. എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള അനിയത്തി മാത്രമാണ്. അവളുടെ മനസ്സ് നോവാതിരിക്കാനാ ഞാനിന്നും കഷ്ടപ്പെടുന്നത്. ഒരിക്കൽ തകർന്നു പോയത് എൻ്റെ കുട്ടി. അവിടെ നിന്നും തിരിച്ചുകൊണ്ടുവരാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ശരിക്കും എന്താ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിന്നെ സ്നേഹിച്ചതോ? ആറില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച ആൻമരിക്ക് ഇപ്പൊ വിദേശത്ത് നല്ല ജോലിയൊക്കെ റെഡിയായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അധികം പറ്റൂ അല്ലേ? ബ്രിജി വേണ്ടടാ. മുരളി തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ നിർത്തിയില്ല. നീ പറഞ്ഞു വെച്ചാണോ കൊച്ചനെ? അല്ല, അയാളെ ഞാൻ കുറ്റപ്പെടുന്നില്ല. പറഞ്ഞൊക്കെ സത്യ. അമ്മ ഉപേക്ഷിച്ചു പോയാ വെറും ഒരു വണ്ടി പണിക്കാരനാ എനിക്ക് നിന്നെ മോഹിക്കാൻ യാതൊരു യോഗ്യതയില്ല. നിങ്ങളൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട. പോവാ ഞാൻ ഇനി മുമ്പിൽ വരില്ല. ഒരിക്കൽ കൂടി മാപ്പ് തരണം. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞടന്നു. പ്രജി, ആ കുട്ടിയെ തിരിച്ചു വിളിക്കടാ. മുരളി അവനെ പിടിച്ചുലച്ചു. പക്ഷേ അവൻ അനങ്ങിയില്ല. മുരളി ആൻമരിയുടെ പുറകെ ഓടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.